ഹായ് ഫ്രണ്ട്സ്, ഈ അമ്മ ഈ തല്ലിപ്പൊട്ടിക്കുന്ന എന്തുവാന്നല്ലേ? ഇതാണ് കരിപ്പൊട്ടി. ഇതെന്തിനാണെന്നറിയാവോ? നമ്മൾ ഈയിടെയാണെങ്കിൽ എള്ള് മേടിച്ച് ഉണക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ എള്ള് വെച്ചൊരു സാധനം ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ സാധനമാണ് ഇതാണ്ട് ഈ അമ്മ ഉണ്ടാക്കുന്നത്. എള്ളുണ്ട ഉണ്ടാക്കുക. ഇതിനിടയ്ക്ക് നമ്മുടെ മിക്സി ചെറുതായിട്ടൊന്ന് പണി തന്നായിരുന്നു. ഇട്ടത് ഇച്ചിരി ഓവർലോഡായി, മിക്സി അങ്ങ് ഓഫായിപ്പോയി. ഞങ്ങൾ വിചാരിച്ചു ഓഹോ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് റെഡിയാക്കി എടുത്ത്. പിന്നെ അമ്മ അതിലിരുന്നതെല്ലാം കുടഞ്ഞിട്ട് കുറേശ്ശെയായിട്ട് പിന്നെ അടിച്ചെടുക്കാൻ തുടങ്ങി. നമുക്ക് വെച്ചേക്കാനൊന്നും പറ്റത്തില്ല. പണ്ടൊക്കെ എന്ന് പറയുന്നത് ഒരു മാസമൊക്കെ വെക്കേഷൻ സമയത്തൊക്കെ എള്ളടിച്ചിട്ട് എനിക്കിപ്പോഴും ഓർമ്മ വലിയ ഭരണിക്കകത്ത് വേണ്ട നീ പിടിക്കുന്നുണ്ട്, വേണ്ട പോട്ടെ. അല്ല, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പിടിച്ചെടുക്കുന്നത് ക്ലിയർ ആകുന്നു. വലിയ ഭരണിക്കകത്ത് ഇട്ടിങ്ങനെ വെച്ചിരിക്കും അച്ഛൻ. കഷ്ടം. ഇപ്പൊ അച്ഛനെ അമ്മയെല്ലാം ഓർമ്മ വരുന്നുണ്ട് സത്യത്തിൽ. പിന്നെ ഒരടിയിട്ട് ഇടിച്ച അത് എത്ര നല്ല ഇതായിട്ട് എണ്ണയൊക്കെ അങ്ങോട്ട് തെളിഞ്ഞ് എണ്ണ ചാടും ഇങ്ങനെ ഇടിച്ചിടിച്ച് വരും. അത് അരച്ചത് ഏതാണ്ട് ഭയങ്കര കൂട്ടണം. ഇതിപ്പോ ചെറിയ ഉരുളയാണ് ഉരുട്ടുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ വലിയ ഉരുള എണ്ണ കണ്ട ചാടുക. ഗുളുവിനൊന്നും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്കൊക്കെ ഇതിന്റെ ടേസ്റ്റ് ഒക്കെ. ഗുളുവിന് ശർക്കര കൊണ്ട് കൊടുത്തിട്ട് അവർക്ക് വേണ്ട. അതിന്റെ ഒരു മണ്ണ് കളിക്കും ശർക്കരക്ക്. കരിപ്പെട്ടി അത് ഇങ്ങനെ ചെയ്യുന്നതിന് നമുക്കത് ഉരുക്കിയെടുക്കാനൊന്നും പറ്റത്തില്ല. ഇങ്ങനെ തന്നെ ഇനി അതിനകത്ത് മണ്ണോ വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കൊണ്ട് കൊടുത്തു. നമുക്ക് രണ്ടിലും രണ്ട് ഷേപ്പാണ്. അത് ഞാൻ ഒന്നിച്ചിരി ചെറുതായിട്ടെടുത്ത്. വയസ്സ് കഴിഞ്ഞവർ എള്ളൊക്കെ കഴിക്കണമെന്ന്. എള്ള് ശരിക്കും വയസ്സ് കഴിഞ്ഞവര് 50 വയസ്സ് കഴിഞ്ഞവര്. അമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 50 കഴിഞ്ഞെന്ന് മാത്രം അറിഞ്ഞാൽ മതി. നീ ഇത്ര കൃത്യമായിട്ട് എന്താ വയസ്സ് അറിയണ്ട കേട്ടോ. ഈയിടെ എനിക്കൊരവസ്ഥം പറ്റിയായിരുന്നു. എന്ത്? അമ്മയ്ക്ക് എത്ര വയസ്സുണ്ടെന്ന് ആരോ ചോദിച്ചിട്ടുണ്ട്. ആരോ അല്ല ചോദിക്കുന്നു. ഞാൻ 60 62 കണ്ടോ പറഞ്ഞു. അത്രേ ഉണ്ടോ അത്? പിന്നെ ഞാൻ പറഞ്ഞ അല്ല 58 അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ബോൾ രൂപത്തിൽ ആക്കി വെക്കുന്നുണ്ട്. പപ്പായ്ക്ക് ഇഷ്ടമായിരിക്കും. പിന്നെ പപ്പ ഒക്കെ വീട്ടിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട് പണ്ട്. അച്ഛനൊക്കെ ഇപ്പൊ കൊറേ കാണുമല്ലോ. കൊച്ചുമോള് തിന്നോന്ന് എനിക്ക് തോന്നുന്നു. കൊച്ചുമോള് തന്നെ ഞാനും കഴിച്ചു. ഇനിയുള്ള കൊച്ചുങ്ങളൊന്നും ഇതൊന്നും കണ്ടിട്ടുമില്ല, അറിയത്തുമില്ല ഇങ്ങനൊന്നും. ഇപ്പൊ തന്നെ ഇങ്ങനെ എടുക്കാൻ അറിയത്തില്ല. ഞങ്ങളൊക്കെ പിന്നെ ചെറുപ്പത്തിൽ കണ്ടതുകൊണ്ട് ഇങ്ങനെ. ഇങ്ങനെ ആക്കി ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജിൽ വല്ലതും വെക്കണം. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. ഇങ്ങനെ നമ്മള് മേടിക്കുന്ന വെച്ചിട്ടായിട്ടില്ല. അത് ഇങ്ങനല്ല. അത് എള്ളുണ്ടെന്ന് പറയുന്നത് അത് ശർക്കര പാനിയാക്കി അതിനകത്തൊക്കെ ഒഴിച്ച് എള്ളു പൊടിക്കും. എള്ളു പൊടിച്ച് ശർക്കര പാനിയാക്കി അങ്ങനെയൊക്കെ ചെയ്യുന്നു. എനിക്കറിയില്ല. നീ യൂട്യൂബ് പഠിച്ചു നോക്കാം.
ചിലപ്പോ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. ഇതങ്ങനെ കട്ടിയാകുന്നതല്ല, കട്ടിയാകത്തില്ല. ഇത് നമുക്ക് കടിച്ചാൽ കഴിയും. ഇന്നും കൂടെ കാണിക്കണേന്ന് പറഞ്ഞത്. ചെറുത് ഒന്നായിരുന്നു. എത്ര പറഞ്ഞോ എടുക്ക്. ഹലോ ഹലോ അത്യാവശ്യം അതിനകത്ത് വെക്കരുത്. ക്യാമറ അങ്ങോട്ട് പിടിക്കണം. നമ്മൾ ഉണ്ടാക്കിയെടുത്ത എല്ലാ എള്ളുണ്ടകളും വേണ്ട അമ്മ ഒരു കുപ്പിഭരണിക്കകത്ത് അടച്ച് നല്ല ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ഗ്ലാസ്സിലൂടെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. കാണാൻ മാത്രമല്ല ഭംഗി, കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്.